ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടി കൊടുക്കാം. നോക്കുന്നില്ല, അറിയില്ല, ഒരു തെറ്റല്ല. പക്ഷെ ബോധപൂർവം അസത്യം പ്രചരിപ്പിക്കുന്നത് ഒരു പൗരബോധമുള്ള ഒരു ഭാരതീയ പൗരന് എത്രമാത്രം യോജിക്കുന്നതിന് ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ അതിന് മുമ്പ് കുറച്ച് വസ്തുതകൾ നിരത്താൻ ആഗ്രഹിക്കുന്നു. 1973 ഇന്ത്യ രാജ്യം ഭരിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് പാർലമെന്റിൽ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയെ കണക്കാക്കുന്നതിന് ഉത്തരം നൽകി താങ്കളുടെ മറിയുണ്ടോ? ഈ വീര സവർക്കറെ കുറിച്ച് ഒരു തപാൽ സ്റ്റാമ്പ് ഇന്ത്യ രാജ്യം പുറത്തിറക്കിയത് താങ്കൾക്കറിയാം. 1970 അത് ശ്രീമതി ഇന്ദിരാജി ആയിരുന്നു എന്ന് താങ്കൾക്ക് ഓർമ്മയോ? എന്തിന്റെ പേരിലാണ് ഇന്ത്യ സവർക്കറിന്റെ തപാൽ സ്റ്റാമ്പ് ഭാരതം പുറത്തിറക്കിയത് എന്ന് ഹാഷിം ഒന്ന് വിശദീകരിക്കുമോ? ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും 11,000 രൂപ സവർക്കർ ട്രസ്റ്റിന് വേണ്ടി ഇന്ദിരാഗാന്ധി സംഭാവന ചെയ്ത് എന്റെ സുഹൃത്തിന് ഓർമ്മയുണ്ടോ? എന്തിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധി സവർക്കർ ട്രസ്റ്റിന് 11,000 രൂപ അവർ സമ്പാദിച്ച തുകയിൽ നിന്നും കൊടുത്തിരിക്കുന്നത്? ദ ഗ്രേറ്റ് റെവല്യൂഷണറി എന്ന് വീര സവർക്കറെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ ഔദ്യോഗിക ഫിലിം ഡിവിഷൻ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? സവർക്കർ ബ്രിട്ടീഷുകാരെ സധൈര്യം എതിർത്ത് നടത്തിയ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് അവിസ്മരണീയമാണ് എന്ന് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കുറിച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് മഹാരാഷ്ട്രയിലെ PCC അധ്യക്ഷനായിരുന്ന BA കിംജിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വീര സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പ്രകീർത്തിച്ചതും താങ്കൾ നിഷേധിക്കുമോ? ആന്ധ്രയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വിജയഭാസ്കർ റെഡ്ഡി സവർക്കറെ പ്രകീർത്തിക്കൊണ്ട് പ്രസംഗിച്ചതും താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? 1965 സവർക്കർ രോഗിയായപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് 9,900 രൂപ സവർക്കറുടെ ചികിത്സയ്ക്ക് വധിച്ചത് എന്തിന്റെ പേരിലായിരുന്നു താങ്കൾ അന്വേഷിക്കുമോ? മഹാരാഷ്ട്ര സർക്കാർ 1964 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ പ്രതിമാസം അദ്ദേഹത്തിന് രോഗിയായതുകൊണ്ട് 300 രൂപ വീതം പെൻഷനോ അല്ലെങ്കിൽ സഹായധനം അനുഭവിച്ചത് താങ്കൾ നിശ്ചയിക്കുമോ? 2003 AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ താങ്കൾ ഓർമ്മയുണ്ടോ? പ്രണബ് മുഖർജിയും ശിവരാജ് പാട്ടീലും സോമനാഥ് ചാറ്റർജിയും അംഗങ്ങളായ കമ്മിറ്റി, ആ സമിതിയുടെ തീരുമാനമാണ് ഭാരതത്തിന്റെ പാർലമെന്റിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇതെല്ലാം ഇതിന്റെ പേരിലായിരുന്നു. മാത്രമല്ല, താങ്കൾ സമ്മതിക്കുന്നു, താങ്കൾ അതിനുശേഷം തപ്പി എന്റെ സുഹൃത്തെ, അദ്ദേഹത്തിന് തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് ഇത്രയും കാലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട മറ്റേത് രാഷ്ട്രീയ സ്വാതന്ത്ര്യ സേനയുള്ളതായിട്ടാണ് താങ്കൾ പൊതുവാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. 1910 മുതൽ 24 വരെ തുടർച്ചയായി ബ്രേക്ക് ഇല്ലാതെ അദ്ദേഹം 13 വർഷവും 10 മാസവും ജയിലിൽ കിടന്നു. പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് അദ്ദേഹത്തെ കുറ്റമൊന്നും ചെയ്യാത്തത്തെ 13 വർഷക്കാലം ഇന്റർനെറ്റിൽ സൃഷ്ടിക്കുകയും ചെയ്തു. ജവഹർലാൽ കഴിഞ്ഞത് സർ 9 തവണയായിട്ട് 8 വർഷം 103 കണക്കുകളിലേക്ക് നമുക്ക് വരാം മാഷേ.